സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുപോലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ ഇടയാകരുതേ, ഇഷ്ടാനികളെ രക്ഷിക്കണമേ. അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ നാട്ടിലേക്ക് നയിച്ച ആ ഓർമ്മയായിരിക്കുവാൻ ആഹ്വാനം ചെയ്ത ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ സ്ഥാപിച്ച പഴയ പെസഹായുടെ പൂർത്തീകരണമായ പുതിയ പെസഹായിൽ പങ്കുവറ്റുന്ന ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവ് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് ഈജിപ്തുകാരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു, അതിന്റെ നടുവിലൂടെ ഇസ്രായേലിനെ നടത്തി. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചു. കർത്താവിന് നന്ദി പറയുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയായ പുതിയ പെസഹ ഞങ്ങളുടെ ആരാധനയും മഹത്വത്തോടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന അങ്ങയെ സ്വീകരിക്കുക ഞങ്ങൾക്ക് വരുത്തുകയും ചെയ്യട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടി നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേ. ആമേൻ. പെസഹ കുഞ്ഞാടിനെ ബലികഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുകയും. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം കൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, ഇവിടെ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുകയും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നമുക്കെല്ലാവർക്കും കൃതജ്ഞതയോടും സന്തോഷത്തോടും കൂടി ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ഏറ്റു പറയുന്നു. എല്ലാവരും ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിച്ച ദൈവമേ, ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിന്റെ വിമോചനത്തിന്റെ ഓർമ്മയ്ക്കായി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഉദ്ബോധിപ്പിച്ച ദൈവമേ, മനുഷ്യരോടുള്ള സ്നേഹത്തായി ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് ഒരു പെസഹ തിരുനാളിൽ ഓർമ്മയ്ക്കായി
എന്നും അനുഷ്ഠിക്കാൻ പരിശുദ്ധ കുർബാന എന്ന അവർണ്ണനീയ ദാനം നൽകിയ ദൈവമേ, ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ഭവനത്തെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ഭവനത്തെ നിന്റെ ഇഷ്ടമനുസരിച്ച് രൂപപ്പെടുത്തുന്നതിനായി അത്യാധുനം ചെയ്ത് ഞങ്ങളുടെ മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നുപോകുന്ന അവസരങ്ങളിൽ ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ നിന്റെ കരത്താൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവമേ, ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മുടെ ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും അമ്മയെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണമെന്ന് പഴയ ഇസ്രായേലിനോട് നിർദ്ദേശം നൽകിയ ദൈവമേ, പുതിയ ഇസ്രായേലിനായ ഞങ്ങൾ സയ്യാൻസാരെയും ശിഷ്യന്മാരോടൊത്ത് പെസഹ ആഘോഷിക്കുന്ന ഈ ഈശോയുടെ മാതൃകയെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സയ്യൻ മാളികയുടെ പ്രതിരൂപമായിരിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായ അപ്പത്തെയും പാലിനെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവയെ നീ ആസ്വദിക്കണമേ. ഈ അപ്പവും ഈ പാലും ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ വളർച്ചയ്ക്കും കടന്നുപോയ വഴികളെ തിരിച്ചറിയുന്നതിനും സ്വീകരിച്ച നന്മകൾക്ക് നന്ദി പറയുന്നതിനും തെറ്റിപ്പോയ മാർഗങ്ങളെ നേരെയാക്കുന്നതിനും അങ്ങനെ തേനും പാലും ഒഴുകുന്ന കാനാദേശമായ ഞങ്ങളുടെ ഈ ഭാവന ജീവിക്കുന്നതിനും അതുവഴിയായി സ്വർഗത്തിൽ ഞങ്ങൾക്ക് നിത്യജീവന് ഉറപ്പുമായി തീരട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. അമ്മയ്ക്ക് തരാവഴി നിനക്ക് എടുത്തു തരാം. ഞാൻ എടുത്തു തരാം. നീ ഇത് കണ്ടു പഠിക്കുന്നില്ല. നീ ക്ലാസ് എടുത്തു തരാം. ആ ഗ്ലാസ് പൊട്ടിയതാ കേട്ടോ. അവള് പറഞ്ഞ ശരിയാ, കുഴപ്പമില്ല. നീ ഇപ്പം എടുക്കരുത്, ഞങ്ങൾക്ക് എടുത്തു തരാം.
മമ്മി പപ്പ ഇങ്ങോട്ട് മാറി നിൽക്കും. മമ്മി മുമ്പോട്ട് പോകും. ഈശോ തന്നെ നിശ്ചിത തന്നെ ഈശോ തന്നെ അനുഗ്രഹിക്കട്ടെ. വലത്തെ കൈ കൊണ്ട് മേടിക്കടി. ജോസിക്ക് വാങ്ങിക്കാൻ പൊടി. ജോസിക്ക് ജോസിക്ക് മുക്കി വഴി വെച്ച് കൊടുത്തരാം. കുഞ്ഞു ജോസി ക്ലാസ് എന്തെങ്കിലും എടുത്തത് ചേട്ടായി വേണ്ട മതിയോ? അതിനെ നമുക്ക് നമുക്കോ